നമുക്ക് എന്തുകൊണ്ടാണ് പനി വരുന്നത്? പനി എന്ന് പറയുമ്പോൾ ഒരു രോഗമാണോ? ഒരു അസുഖമാണോ? ഇനി പനി വരുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മളുടെ ശരീരം നല്ല ചൂടാവും. നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യും. കുളിരൊക്കെ ഉണ്ടാവും. നമുക്ക് വിറയലുണ്ടാവും. ഇനി പനി വിടുമ്പോൾ എന്താ സംഭവിക്കുക? നല്ല വിയർക്കുകയൊക്കെ ചെയ്യും അല്ലേ? അതേപോലെ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ നമുക്ക് പനി വിടും. നമുക്ക് നല്ല വിയർക്കുകയൊക്കെ ചെയ്യും. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ആദ്യമേ പറയുമ്പോൾ പനി എന്ന് പറയുമ്പോൾ ഒരു രോഗമല്ല, ഒരു അസുഖമല്ല. പനി എന്ന് പറയുമ്പോൾ ഒരു റെസ്പോൺസാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഒരു റെസ്പോൺസാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഉള്ള റെസ്പോൺസ്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഫെക്ഷൻ വരിക, നമുക്കൊരു വൈറൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ വരുന്ന ഒരു റെസ്പോൺസ് ആണ് പനി. ഇനി എങ്ങനെയാണ് പനി വരുന്നത് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് ഹൈപ്പോതലാമസ് ഉണ്ട്. ഹൈപ്പോതലാമസ് ആണ് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്ന തെർമോസ്റ്റാറ്റ്. നമ്മുടെ ശരീരത്തിൻ്റെ സാധാരണഗതിയിലുള്ള ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഏകദേശം 37°C ആണ്. ഇപ്പോൾ ഹൈപ്പോതലാമസിനെ നിങ്ങളുടെ AC ആയിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും ചിന്തിക്കാൻ പറ്റുന്നൊരു സാധനം എന്ന് വെച്ചാൽ AC ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ACയിൽ ഇങ്ങനെ ടെമ്പറേച്ചർ എഴുതി കാണിക്കുമല്ലോ അല്ലേ? നമ്മൾ റിമോട്ട് എടുത്തിട്ട് അത് മാറ്റാൻ പറ്റും. അപ്പോൾ കോൺസ്റ്റൻ്റ് ആയിട്ട് നോർമലി നമ്മുടെ ഈ ഹൈപ്പോതലാമസിൽ നിന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ടെമ്പറേച്ചർ 37°C എന്നാണ്. അതാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഇനി ഒരു വൈറലോ അല്ലെങ്കിൽ ഒരു ബാക്ടീരിയലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ പ്രതിരോധ ശേഷി മെയിൻറ്റെയിൻ ചെയ്യുന്ന സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം. അതിലുള്ള കോശങ്ങൾ, അതിലുള്ള സെൽസ് കുറച്ച് എന്താ പറയുക, സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. എന്ന് പറയുമ്പം കുറച്ച് കെമിക്കൽസിനെ റിലീസ് ചെയ്യും. ഇൻ്റർലൂക്കിൻ 1, ട്യൂമർ നെക്രോസിസ് ഫാക്ടർ, TNF, ഇൻ്റർലൂക്കിൻ 1 എന്നുള്ള കുറേ കെമിക്കൽസിനെ റിലീസ് ചെയ്യും. എന്താണെന്ന് അറിയണ്ട, ഈ കെമിക്കൽസ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ കെമിക്കൽസ് റിലീസ് ചെയ്തിട്ട് അത് നമ്മുടെ ബ്രെയിനിൽ ഈ പറയുന്ന ഹൈപ്പോതലാമസിൽ പോയിട്ട് അവിടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 PGE2 എന്നുള്ള ഒരു കെമിക്കലിൻ്റെ അളവ് കൂട്ടും. ഈ PGE2 എന്നുള്ള കെമിക്കലിൻ്റെ അളവ് കൂട്ടുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഈ ടെമ്പറേച്ചറിൻ്റെ ലെവൽ കൂടും. നമ്മളിപ്പോൾ റിമോട്ട് എടുത്തിട്ട് നമ്മുടെ ACയുടെ ടെമ്പറേച്ചർ ഇപ്പോൾ 23 ഇരുന്ന ടെമ്പറേച്ചറിനെ പിടിച്ച് 25 ആക്കി എന്ന് വെച്ചോ, അത് നമ്മൾ ഞെക്കുന്ന പ്രോസസ്സാണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 കൂടുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഞെക്കുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ കൂടും. ഇപ്പോൾ നമുക്ക് 37 എന്നുള്ളത് ഇപ്പോൾ സപ്പോസ് 39 ആയെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ AC ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ഇപ്പോൾ 23 എന്നുള്ള 21 ആക്കിയെന്ന് വിചാരിച്ചോ. എന്താ സംഭവിക്കുക? സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന 21 ആണെങ്കിലും നമുക്ക് ആ റൂമിൻ്റെ ടെമ്പറേച്ചർ അപ്പോഴത്തേക്ക് 21 ആവുന്നുണ്ടോ? ഇല്ല. അത് ഇപ്പോൾ AC ഭയങ്കര പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കും അല്ലേ? കുറച്ച് ഫാനിൻ്റെ സ്പീഡൊക്കെ നമുക്ക് കൂട്ടണം. അത് കുറച്ച് സമയം എടുക്കും അത് വരാൻ. അതേപോലെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചറിൽ തെർമോസ്റ്റാറ്റിൽ 39 ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ശരീരം ഏത് ടെമ്പറേച്ചറിലാണ് നിൽക്കുന്നത്? ശരീരം അപ്പോഴും 37 നിൽക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ നമ്മുടെ ശരീരം 37 നിൽക്കുന്നു, പക്ഷേ നമ്മളുടെ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ 39. അതായത് നമ്മുടെ ബ്രെയിൻ വിചാരിക്കുന്നു, അതായത് ഇവൻ തണുത്തിരിക്കുക, അതുകൊണ്ടാണ് നമുക്ക് ഈ തണുപ്പ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ തണുപ്പ് ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? തണുപ്പ് ഫീൽ ചെയ്യുമ്പോഴും പിന്നെ ടെമ്പറേച്ചർ കൂട്ടാനും, അതായത് ബ്രെയിനിന് ഈ ടെമ്പറേച്ചർ തിരിച്ച് ഈ 39 എത്തിക്കണം. അതിനുവേണ്ടി സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ മസിൽസ് എല്ലാം കൂടെ ഇങ്ങനെ വിറയ്ക്കും. അതാണ് ഈ എന്താ പറയുക, നമുക്ക് വിറയലുണ്ടാകുന്നത്. വിറയലുണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ മസിൽസ് എല്ലാം കൂടി ഇങ്ങനെ വിറയ്ക്കുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൂടും. കാരണം അതൊരു വർക്കാണല്ലോ. അതോടൊപ്പം തന്നെ ഈ രക്തക്കൊഴലുകളൊക്കെ കൺസ്ട്രിക്റ്റ് ചെയ്യും, അതായത് ചുരുങ്ങും. അതും ഈ ടെമ്പറേച്ചർ കൂടാൻ സഹായിക്കും. അപ്പോൾ 39 എത്തിയെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ പാരസെറ്റമോൾ എടുത്ത് കഴിച്ചു. പാരസെറ്റമോൾ എടുത്ത് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പാരസെറ്റമോൾ ഈ ഹൈപ്പോതലാമസിലുള്ള പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ൻ്റെ ലെവല് പ്രൊഡക്ഷൻ കുറയ്ക്കും. അതായത് നമ്മൾ ഞെക്കി പിടിച്ച് 39 എത്തിച്ചതിനെ ഈ പാരസെറ്റമോൾ കഴിക്കുമ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ലെവൽ കുറയുമ്പോൾ തിരിച്ച് താഴോട്ട് വരും. അപ്പം മേ ബി 37 വരും. 37 വരുമ്പോൾ അപ്പോൾ ബോഡിക്ക് എന്താ? ബോഡിയുടെ ടെമ്പറേച്ചർ അപ്പോഴും 39 ആണ്. പക്ഷേ ഹൈപ്പോതലാമസിൽ സെറ്റ് ചെയ്ത ടെമ്പറേച്ചർ 37 ആണ്. അപ്പോൾ ബോഡിക്ക് തിരിച്ച് താഴോട്ട് വരണം. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് എന്തായിരിക്കും? നമുക്ക് ആകെ അങ്ങ് വിയർക്കും. വിയർക്കുമ്പോൾ എന്താ പറ്റുക? വിയർക്കുമ്പോൾ കുറേ ചൂടൊക്കെ റിലീസ് ചെയ്യും, ടെമ്പറേച്ചർ താഴും. അതേപോലെ നേരത്തെ രക്തക്കൊഴലുകൾ കൺസ്ട്രക്ട് ചെയ്ത് ചുരുങ്ങിയെങ്കിൽ ഇപ്പോൾ വികസിക്കും, ഡയലേറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും ടെമ്പറേച്ചർ താഴ്ത്താനായിട്ട് സഹായിക്കും. അപ്പോഴെന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 39 എന്നുള്ള ഡിഗ്രി അതായത് 37 വരും. അപ്പോൾ ബേസിക്കലി പനി എന്ന് പറയുന്നത് ഈ കെമിക്കൽസ് കാരണം നമ്മുടെ സെറ്റ് ടെമ്പറേച്ചർ മുകളിലോട്ട് പോകുന്നതും പിന്നെ നമുക്ക് പനി മാറുമ്പോൾ താഴും, അല്ലെങ്കിൽ നമ്മൾ പാരസെറ്റമോൾ പോലത്തെ മരുന്നുകൾ കഴിക്കുമ്പോൾ പനി താഴുകയും ചെയ്യും. അതായത് പനി എന്ന് പറയുമ്പോൾ രോഗവുമല്ല, പാരസെറ്റമോൾ കഴിച്ചാൽ ആ രോഗം മാറുകയുമില്ല. പാരസെറ്റമോൾ എന്താ ചെയ്യുന്നത്? ടെമ്പറേച്ചർ താഴ്ത്തി തിരിച്ചു കൊണ്ടുവരുന്നു എന്നുള്ള ഫംഗ്ഷൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.